ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. കടുവ എസ് വളവിൽ ഇതാ കുടുങ്ങിയത് കൂട്ടുന്ന പിന്നെ നിങ്ങൾ കാര്യം ചെയ്തോളെ. പിന്നെ പൂട്ടിയില്ലേ? കാളികാവിലെ ആളക്കൊല്ലി കടുവയെ പിടികൂടി. വനം വകുപ്പിന്റെ കെണിയിലാണ് കടുവ വീണത്. ഗഫൂറിനെ കടുവ പിടിച്ചത് മെയ് 15-നാണ്. ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ കടുവ ദൌത്യമായിരുന്നു കാളികാവിലേത്. കടുവ കൂട്ടിലായത് 53-ാം ദിനം. സുൽത്താന എസ്റ്റേറ്റ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് നരഭോജി കടുവ കുടുങ്ങിയത്. 2 മാസമായി വനം വകുപ്പിനെയും പ്രദേശവാസികളെയും ഭീതിയിലാഴ്ത്തിയ കടുവയാണ് ഇപ്പോൾ പിടികൂടിയത്. വനപാലകരും വനദ്രുത കർമ്മസേനയും കടുവ കുടുങ്ങിയ സുൽത്താന എസ്റ്റേറ്റിലെത്തി. മെയ് 15-നാണ് ടാപ്പിംഗ് തൊഴിലാളി ചോക്കാട് കല്ലാമൂല സ്വദേശി ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നത്. കടുവയെ പിടികൂടാൻ കുങ്കിയാനകൾ ഉൾപ്പെടെ മെയ് 15 മുതൽ ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ പ്രദേശവാസിയാണ് കൂട്ടിലായ നിലയിൽ കടുവയെ കണ്ടത്. കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും കൂട്ടിലായത് നരഭോജി കടുവയാണെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കൂട്ടിലകപ്പെട്ട കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് സംഘടിച്ച നാട്ടുകാർ. കടുവയെ കാട്ടിലേക്ക് വിട്ടാൽ ഇനിയും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. കടുവയെ വെടിവെച്ച് കൊല്ലുകയോ മൃഗശാലയ്ക്ക് മാറ്റുകയോ ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് വേറെയും കടുവകളുണ്ട്. ഇത്ര സമയമായിട്ടും കൂട്ടിലായത് നരഭോജി കടുവയാണോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. ഗഫൂറിന്റെ കടുവ പിടിച്ചതിന് ശേഷം മലയോര മേഖല ആകെ സ്തംഭിച്ച് ഇരിക്കുകയായിരുന്നു. ജനങ്ങൾ ഭീതിയിലാണ്. അവരെ തൊഴിൽ നഷ്ടപ്പെട്ടു, കൃഷിക്കാരുടെ കൃഷി നഷ്ടപ്പെട്ട് ആകെ കഷ്ടപ്പാടിലായിരുന്നു.
ഇന്ന് കടുവയെ പിടിച്ച ശേഷം ജനങ്ങൾ സന്തോഷത്തിലാണ് വളരെ നിൽക്കുന്നത്. എങ്കിലും ജനങ്ങളുടെ അഭിപ്രായം ഇനി ഇവിടെ കടുവ ഉണ്ടെന്നാണ്, വേറെ കടുവയും കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഫോറസ്റ്റിൻ്റെ ശ്രദ്ധ ഇനി ഇവിടെ വേണ്ടി വരും. ജനങ്ങൾ ഇപ്പോഴും ഭീതി വിട്ടുമാറിയിട്ടില്ല. ഇനിയും കടുവയും പുലിയൊക്കെ ഈ പ്രദേശത്ത്, ഈ കരുവാരക്കുണ്ട് കാളികാവ് പ്രദേശങ്ങളിൽ ചുറ്റുന്നുണ്ടെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഇവിടുന്ന് കേൾക്കുന്നത്. വന്യജീവി ശല്യം കാരണം ടാപ്പിങ്ങിന് പോകാൻ സാധിക്കാത്തതിനാൽ പ്രദേശത്തെ വീടുകളിൽ ദാരിദ്ര്യം ബാധിച്ചു തുടങ്ങിയെന്നും ഇവർ പറയുന്നു. അതേസമയം കടുവയെ വനം വകുപ്പ് സംരക്ഷണത്തിൽ വെക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വനത്തിലേക്ക് ഉടൻ തുറന്നുവിടില്ല, വിദഗ്ധ അഭിപ്രായം പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. മെയ് 15-നാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊന്നത്. റബ്ബർ ടാപ്പിംഗിനെത്തിയ 2 പേർക്ക് നേരെ കടുവ പാഞ്ഞടുക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഗഫൂറിനെ കടുവ കടിച്ചു വലിക്കുകയായിരുന്നു. സംഭവത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുള്ളതായി കണ്ടെത്തിയിരുന്നു. കടുവയുടെ സാന്നിധ്യം നേരത്തെ തിരിച്ചറിഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നും കടുവയുടെ സാന്നിധ്യം ജനവാസ മേഖലയിലെന്നും ചൂണ്ടിക്കാണിച്ച് NDCA മാർഗനിർദ്ദേശപ്രകാരം രൂപീകരിച്ച ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിനെ അവഗണിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Celebrating Viva by Shobika Weddings.